നമുക്ക് ഡോക്ടർമാരൊക്കെ പാനലിനെ കുറിച്ചൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാണിച്ചാൽ തന്നെ ഒരാൾക്ക് ബിസിനസിനെ കാണിക്കാനായിട്ടും ഈ പ്രൊജക്റ്റ് കാണിക്കാനായിട്ടും ഒക്കെ തന്നെ നമുക്ക് സാധിക്കും. ഇതിനകത്ത് നമ്മുടെ റീഗയെ കുറിച്ചിട്ടുള്ള ഇതുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. സക്സസ്ഫുള്ളി ഗ്ലോബലിന്റെ വെബ്സൈറ്റും ഉണ്ട്. ഇതൊന്നും പലരും ഉപയോഗിക്കുന്നില്ല. കാരണം വെച്ചാൽ പല ആൾക്കാരെ എങ്ങനെയോ സ്പോൺസർ ചെയ്യാന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. നമ്മുടെ ഇതിന്റെ ഡോക്ടർമാരൊക്കെ ഇനിയുണ്ട് അപ്ഡേറ്റ്. ഇതാണ് ജെയ്സൺ മാത്യു, പല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് പല രീതിയിൽ നമുക്ക് ആൾക്കാരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഹെൽത്തും വെൽനസും ഒക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് 5000 ബിസിനസ് വോളിയം എല്ലാ മാസവും 5000 ബിസിനസ് വോളിയം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു റീഗനായിട്ട് മാറുക. നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ അപ്ലൈ വഴി ഇതിനെ രജിസ്റ്റർ ചെയ്യുക. അതിനുള്ള രജിസ്ട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മൾ എവിടെയെങ്കിലും ചെയ്തു തുടങ്ങിയാൽ ഇത് നടക്കുള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ നോക്കുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് ഈ ബിസിനസിനെ എന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാ, എന്തുകൊണ്ട് വെൽനസിനെ ഏറ്റെടുത്തുകൂടാ. മിഷൻ 10 ഹെൽത്തി ഫാമിലീസ്. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് 10 ഫാമിലീസിനെങ്കിലും അറിയാവുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് കൈവക്കുമോ? നമുക്കറിയാൻ മേലാത്ത 10 ഫാമിലീസ് ഒന്നും അല്ല, എത്രയോ ഫാമിലീസ് നമുക്കറിയാം. നിങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നാൽ, ഒരു കല്യാണമോ ഒരു വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടന്നാൽ എത്ര പേരുണ്ടാവുമോ? 100, 200, 500, 1000, 2000 ഒക്കെ ഉണ്ടാവും അല്ലേ? ഇല്ലേ? ഞാൻ തന്നെ എന്റെ വീട്ടിലൊരു ഫാമിലി ഗെറ്റ് നടത്തുന്നത് 175 പേരായി. ഫാമിലി എന്നുള്ള ആൾക്കാർ പുറത്തുനിന്നുള്ള ആരെയും വിളിച്ചിട്ടില്ല, 2-3 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി അത്രയും പേര്. അപ്പൊ അത്രയും ആൾക്കാർ നമുക്കൊക്കെ ഉണ്ട് അല്ലെ? നമുക്ക് അതിനകത്ത് ഒരു 10 ഫാമിലീസിനെ ഹെൽത്തി ആക്കാൻ ഒരു ശ്രമം നടത്തിയാലും 10 ഫാമിലീസിനെ ഹെൽത്തി ആക്കാൻ 10 പേരെ മാത്രം ഫോക്കസ് ചെയ്താൽ നടക്കില്ല. ചിലപ്പോൾ 20-25 പേരെ ഫോക്കസ് ചെയ്താലായിരിക്കും 10 ഹെൽത്തി ഫാമിലീസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എത്ര ആൾക്കാർ വിളിപ്പെട്ടു ഒന്ന് കൈവക്കുക. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആത്മാർത്ഥമായിട്ട് കൈവക്കിയതാണോ? ആണോ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണഗതിയിൽ എന്തെങ്കിലും ചാരിറ്റി കൊടുക്കും. അതിൽ ചില ആൾക്കാർ വല്ല സംഘടനയൊക്കെ പ്രവർത്തിക്കും അല്ലെ? എന്തുകൊണ്ട് നമുക്ക് വെൽനസ്, ആരോഗ്യത്തിൽ നിന്ന് ഒരു വ്യക്തി അവരുടെ രോഗിയാകാതിരിക്കാൻ സഹായിക്കുന്നതിനേക്കാൾ വലിയ സഹായം ലോകത്ത് എന്താ ഉള്ളതെന്ന് പറയും? ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാ ശ്രമിച്ചോളൂ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരെ ജീവിതത്തിൽ ഹെൽത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ സക്സസ്ഫുള്ളി എന്നുള്ള നമ്മുടെ ടീം അതൊരു സന്തോഷമാണ്. അത് സന്തോഷമാണ്. കാരണം എത്രയോ ആൾക്കാരെ ഞാൻ നേരിട്ട് പ്രൊഡക്റ്റ് കൊടുത്തിട്ടോ നേരിട്ട് സാധനം പറഞ്ഞിട്ടോ അല്ലാതെയോ നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? എന്തുകൊണ്ട് നമുക്ക് റീഗെയർ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിക്കൂടാ? ആ കൂട്ടത്തിൽ നല്ലൊരു വരുമാന മാർഗമാകും, ആ കൂട്ടത്തിൽ നല്ലൊരു ജീവിത മാർഗമായാൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുക ആലോചിച്ച് നോക്കുക. നമ്മൾ ചെയ്യുന്ന റീഗാ റൈഡർ എന്നാണ് ഇതിന് പേര് വിളിക്കുന്നത്. റീഗാ റൈഡർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 10 ഫാമിലീസിനെങ്കിലും ഹെൽത്തി ആക്കാനായിട്ട് ശ്രമം നടത്തുക. ഒരു 10 നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇവിടുന്ന് പോകുന്ന ഈ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് സമയം തരാം. നിങ്ങളൊരു 10 ഫാമിലിയിലെ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു. റീഗ എന്നുള്ള പ്രൊജക്റ്റുമായിട്ട് നിങ്ങൾ 10 ഫാമിലീസിനെ മീറ്റ് ചെയ്തു. നിങ്ങൾ അപ്ലൈ നിങ്ങൾക്ക് ആദ്യം പറയാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ കൂടെ വരും. പറയാൻ അറിയാവുന്ന ആൾക്കാർ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പോവുക. 10 ഫാമിലീസിനെ ഹെൽത്തി ആകാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുക. അതിന് ആദ്യത്തെ ഫാമിലി ആകേണ്ടത് നമ്മുടെ റീഗ എന്നുള്ള ഇതിന്റെ പ്രൊജക്റ്റിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞു. കാശ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റൊരാളെ ജീവിതത്തിൽ സഹായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കാശ് ഉണ്ടാക്കുന്നതാണ് എന്നും നിലനിൽക്കുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിലനിൽക്കുക. ഒരു 15000 ബിസിനസ് വോളിയം നമുക്ക് അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ 1500 കുറയാത്ത പ്രൊഡക്റ്റ് ഒരു ഫാമിലിക്ക് നിരന്തരമായിട്ട് ആവശ്യമുണ്ട്. നമ്മളൊക്കെ ഡൈവ ലൈഫും വൈറ്റ്സും സ്പെല്ലിനെയൊക്കെ കൊടുക്കുന്ന എത്രയോ ഫാമിലീസ് ഉണ്ട്. എന്റെ വൈഫ് MG യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറിന്റെ പോസ്റ്റിലാണ്, ലൈബ്രറിയനാണ്. ഞാൻ ഈ ബിസിനസ് വന്ന സമയം പോലെ ഈ പ്രൊഡക്റ്റ് കൊണ്ട് ആള് പോയായിരുന്നു. പല ആൾക്കാരൊന്ന് കളിയാക്കിയിട്ടുണ്ട്. കാരണം അത് ഡൈവ ലൈഫ് ഒക്കെ 95 ഡൈവ ലൈഫ് ഒക്കെ വെച്ച് കൊണ്ടുപോകുന്നു. ആ സമയത്ത് ഇയാൾക്ക് യാതൊരു പോസിബിലില്ല, ഇയാൾക്ക് അതൊരു പ്രശ്നമില്ല. കാരണം ആര് കളിയാക്കാനും പ്രശ്നമില്ലാത്തൊരു മെന്റാലിറ്റി ഞങ്ങൾക്ക് ഉണ്ട്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അന്ന് പലരും ചോദിക്കും, ഒറ്റ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അവിടുത്തെ രജിസ്ട്രാറായിരുന്ന അന്നത്തെ രജിസ്ട്രാറില്ല, വില്ലേജ് സെൻസസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ലേഡി അവരൊരു ബുക്ക് എഴുതി. ആ ബുക്ക് അവിടെ വിൽക്കാനായിട്ട് എക്സ്പോ നടത്തി. അതും ഇതുമായിട്ട് എന്താ ഭാഷ വ്യത്യാസം ചോദിച്ചു. പിന്നെ അവരൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ പല ആൾക്കാർ പറയുമ്പോൾ അവർ നമ്മളെ കളിയാക്കുന്നുള്ള കളിയാക്കും. കുറെ പേര് കളിയാക്കട്ടെ. ഞങ്ങൾ കളിയാക്കി കഴിഞ്ഞാൽ അത്രേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവേശം കൂടണം. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റോ ബിസിനസ്സോ ഒരാളോട് പറയാൻ ഒരു സമയത്തും നാണക്കേടോ ബിസിനസ്സോ ഒന്നും വന്നില്ല, നാണക്കേടോ ചമ്മലോ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ഫാമിലി ഒരു ഫംഗ്ഷൻ നടത്തിയപ്പോൾ ആ ഫംഗ്ഷനെ ഇൻവൈറ്റ് ചെയ്യാൻ അഡ്രസ് ചെയ്ത ലതയാണ്.
ലേത പറഞ്ഞത് ഞങ്ങളുടെ ബിസിനസ്സിൽ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ആൾക്കാരോട് പറയാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും അതിനെക്കുറിച്ച് ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ മറ്റൊരു സ്വപ്നം കൂടെ ഇവിടെ സാക്ഷാത്കരിച്ചു. എന്നാൽ ഞങ്ങൾ ഫാം ഹൗസ് ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് എല്ലാവരും അവർക്കൊന്നും വിടാനില്ല. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം പറഞ്ഞത്. കാരണം ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രശ്നം മറ്റുള്ള ആൾക്കാർ എങ്ങനെ നമ്മളെ കളിയാക്കോ ചിരിക്കോ നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നണം. അങ്ങനെ സാധനമില്ല. പ്രൊഡക്റ്റ് ആൾക്കാർക്ക് കൊടുക്കുക. കാരണം MG യൂണിവേഴ്സിറ്റിയില് ഹോണ്ട സിറ്റിയിൽ ഏറ്റവും ആദ്യം പോയ ലേഡി അല്ല, ആദ്യത്തെ സ്റ്റാഫ് എന്റെ വൈഫാണ്. 13 വർഷം മുമ്പ് ആള് ഹോണ്ട സിറ്റിയുടെ പോകട്ടെ. ഇന്ന് ഇപ്പൊ ഹോണ്ട സിറ്റി മാറി. രണ്ടാമത്തെ ഹോണ്ട സിറ്റി ചേർത്ത് വെച്ചിട്ട് ഇപ്പൊ സ്കോഡയുടെ 21 ലക്ഷം രൂപ വിലയുള്ള ഏറ്റവും ടോപ്പ് വണ്ടിയാണ് പോകുന്നത്. അതിനേക്കാളും ഓടുള്ള ഒരേ ഒരു വണ്ടി അവിടെ ഉള്ളത് രജിസ്ട്രാർഡ് ഇന്നോവ, VCയുടെ ഇന്നോവ, വേറൊരു വണ്ടി ഇതിനകത്തില്ല. ഞാൻ പറയുന്നത് ഇത് സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ബിസിനസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും നല്ല വീട് വെക്കാനും ഒരു 26 രാജ്യങ്ങളിൽ പോകാനും ഞങ്ങൾക്ക് സാധിച്ചെങ്കിൽ അത് മറ്റൊരാൾ പറയാൻ നമ്മളതിന് നടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി അത് അവസരം നിങ്ങൾക്കും ഉണ്ട്. അപ്പൊ അതുകൂടെ നമ്മൾ ചെയ്യുന്നതാണ് ആരോഗ്യത്തിന്റെ സന്ദേശമാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. നല്ല ആരോഗ്യം എല്ലാ മനുഷ്യന്റെ അവകാശമാണ്, എല്ലാ മനുഷ്യന്റെ ആവശ്യമാണ്. നമുക്ക് എന്തുകൊണ്ട് അതിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് ചെയ്തുകൂടാ? 15,000 BV ഒരു പേഴ്സണൽ BV 5,000 രൂപ. ഇത് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ആരൊക്കെ ഇവിടെ ഉണ്ടോ? ഒന്ന് കൈ പോകാമോ? എന്തുകൊണ്ട് ഒരു 10 ഫാമിലിയെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതിനു വേണ്ടി മീറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുടെ കൈ നോക്കി ചുറ്റും നോക്കിയിട്ടൊന്ന് കൈ പോകണം. ആത്മാർത്ഥമായിട്ട് ഇവിടെ ചെന്നിട്ട് അടുത്ത 10 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് ഒരു 10 ഫാമിലിയെ മീറ്റ് ചെയ്യുന്ന ഉറപ്പുള്ള ആൾക്കാർ മാത്രം കഴിയുന്നു. ഹെൽത്ത് വെൽനസ്സുമായിട്ട് വേണം മീറ്റ് ചെയ്യാൻ. ഹെൽത്ത് വെൽനസിന്റെ പ്രൊഡക്റ്റ് വേണം. പറ്റുമോ? ഒന്നുകൂടെ നേരത്തെ പറഞ്ഞത് മാത്രം, അതായത് ഒരു വീഡിയോ എടുക്കരുത്. ഹെൽത്ത് വെൽനസ് എന്നുള്ള ഹെൽത്തും വെൽനസ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാല് ഏത് മനുഷ്യനും വളരെ ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങളിവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു 10 ഹെൽത്തി ഫാമിലീസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു തീരുമാനം അത് എടുക്കുക. ആൾക്കാരെ മീറ്റ് ചെയ്യാം. കുറെ പേര് നമ്മളെ കളിയാക്കട്ടെ, കുറെ പേര് നമ്മളെ റിജക്ട് ചെയ്യട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എന്താണ് സംഭവിക്കാത്ത? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ജീവിതത്തിനെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ സംഭവിക്കില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് റീഗ റൈഡർ എന്നുള്ള ലെവലിൽ നമുക്ക് റെക്കഗ്നീഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. രണ്ടാമത്തെ കാര്യം റീഗ പാർട്ട്ണർ. റീഗ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇനി പോലെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇന്നത്തെ കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ആൾക്കാരെ സ്പോൺസർ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മള് 5,000 രൂപ എന്തെങ്കിലും പറഞ്ഞാൽ 5,000 രൂപയുടെ പർച്ചേസ് എടുത്തിട്ട് 5,000 രൂപ പോലും 2ആയിട്ടോ 3ആയിട്ടോ ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരും വിഷയങ്ങളാണ്. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. 2 കാര്യത്തിൽ. ഒന്ന്, നിങ്ങൾ ഈ ബിസിനസ് കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല. 2, നമ്മളിപ്പോ പപ്പായിനെ കൊണ്ട് 35,000 സാധനം മേടിച്ചാൽ ഇങ്ങേർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി. അത് നമ്മുടെ കോൺഫിഡൻസിന്റെ പ്രശ്നമാണ്. അങ്ങേർക്ക് 35,000 ചിലപ്പോൾ ഒന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാരണം ഇന്നലെ ആരോ പറഞ്ഞ പോലെ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിന്റെ വസ്തു വിട്ടിട്ട് അതിനെ കടം വീട്ടിക്കോണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊന്നും വസ്തു വിട്ട് കടം വീട്ടിക്കാൻ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നില്ല. ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള കുറെ പേരെ കണ്ടുപിടിക്കുക. 35,000 രൂപയുടെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് മേടിക്കണം എന്നുള്ള നിശാന്ത് വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ബിസിനസ് നടക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് കുറെ സ്റ്റോക്ക് വേണം. പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരോട് സംസാരിക്കും. പ്രൊഡക്റ്റ് ഡെമോ കാണിക്കാൻ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരുടെ മുന്നിൽ പ്രൊഡക്റ്റ് നിരത്തി വെച്ചിട്ട് കാണിക്കും. മുബീൻ സാർ എന്റെ വീട്ടിൽ വന്നപ്പോൾ ഏകദേശം ഒരു 40,000 രൂപയുടെ പ്രൊഡക്റ്റോട്ടാണ് വന്നത്. അതിനകത്ത് ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് അങ്ങനെ പോയത്. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വേറെ അധികം പ്ലാനൊന്നും കാണിക്കേണ്ടി വന്നില്ല. സക്സസ് വഴിയില് ഒരു പ്ലാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ നമ്മൾ കാണിച്ചാൽ എന്നെ ഒരാളെ മാത്രമേ അദ്ദേഹം പ്ലാൻ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇതുവരെ ഏകദേശം 60 കോടിയുടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. 60 കോടി ബിസിനസ് വോളിയം, അല്ലാതെ 55 കോടി ബിസിനസ് വോളിയം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര കോടിയുടെ ബിസിനസ് അദ്ദേഹത്തിന് കിട്ടി? അതിന്റെ 12% കണക്കൂടി നോക്കി, പ്ലസ് ഒരു 5 എത്ര ഡയമണ്ടിന്റെ ഇങ്ങനെ 5% കൂടെ കണക്കൂടി നോക്കി എത്ര രൂപ കിട്ടിയിട്ടുണ്ടോ? ഞാൻ കണക്കൊന്നും കൂടി നോക്കിയിട്ടില്ല. പക്ഷെ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് 40,000 രൂപയുടെ പ്രൊഡക്റ്റിന്റെ മെച്ചപ്പെടുത്ത് വെച്ച് അദ്ദേഹം സംസാരിച്ചത്. നിങ്ങളോ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ബ്രോഷർ 4 മടക്കിയത് പോക്കറ്റിട്ട് ഫോട്ടോ കോപ്പി എടുത്ത് പോക്കറ്റിട്ട് അത് നിർത്തി കാണിച്ചാണ് പ്രൊഡക്റ്റ് വിൽക്കാൻ നടക്കുന്നത്, ബിസിനസ് ചെയ്യാൻ നടക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ഇന്നലെ പറഞ്ഞ അതേ എക്സാമ്പിൾ, കാർ മേടിക്കാൻ പോകുന്ന ഷോറൂമിൽ കാർ ഇല്ലാതെ ബ്രോഷർ മാത്രമാണ് നിങ്ങൾ അതിനകത്ത് കയറുന്നത്? ഇല്ലല്ലോ. എത്ര കോടി രൂപ മുടക്കിയിട്ടാണ് ആ ഷോറൂം പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്? അതിനകത്ത് ഡെമോ കാർ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനല്ലേ?
സോ 35,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന ഫോളോ അപ്പ് സെഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിനകത്ത് 35,000 രൂപയ്ക്ക് ഒരാളെ എങ്ങനെ സ്പോൺസർ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം ഇവിടെ ചങ്കുറപ്പാണ് ഞാൻ ചെയ്യുന്നുള്ള കാര്യമാണ്. കാരണം എനിക്ക് ഒരാളെ ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് ആൾക്കാരെ ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങളോട് പറയുന്നില്ല, അത് വേറെ കേസാണ്. പക്ഷെ 35,000 രൂപയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എനി ടോം ഡിക്ക് ആൻഡ് ഹാരി, അതായത് ഏതൊരു വ്യക്തിയെ നമുക്ക് സ്പോൺസർ ചെയ്യാം, ആരെ വേണേൽ നമുക്ക് സ്പോൺസർ ചെയ്യാം. അതിനുള്ള കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവും. റീല എന്നുള്ള പ്രൊജക്ടിന് നമ്മൾ അഡീഷണൽ ആയിട്ട് പലതും ചെയ്യാൻ പറ്റും. അവരെ നിങ്ങൾ എക്സസൈസിന് കേട്ട്, അവരെ നിങ്ങൾ ഡോക്ടർമാരുടെ സെഷൻസിന് വരുന്നത് അതിനകത്ത് കേട്ട്, അവരെ നിങ്ങൾ എൻജിഒക്കകത്ത് കേട്ട്, അവരെ നിങ്ങൾ മൊത്തത്തിൽ ലൈവാക്കി നിർത്തിയാൽ നിങ്ങൾക്ക് സ്ഥിരം ബിസിനസ് ഉണ്ടാവും. കാരണം നമ്മുടെ അടുത്ത് കണക്കുണ്ട് 5,000 രൂപയ്ക്ക് ബിസിനസ്സിൽ വന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ 15,000 രൂപയിൽ വന്ന ബിസിനസ് വന്ന ആൾക്കാർ നിലനിന്നിട്ടുണ്ട് ഇതിനകത്ത്. അതിൽ കൂടുതൽ ആൾക്കാർ 35,000 രൂപയ്ക്കകത്ത് വന്ന ആൾക്കാർ നിലനിന്നിട്ടുണ്ട്, വലിയ എക്സ്പീരിയൻസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 35,000 രൂപ ബിസിനസ് ചെയ്യുന്ന റീഗ പാർട്ണർ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്തണം. റീഗയുടെ ഒരു പ്ലാൻ ബുക്ക് ഉണ്ട്, അത് നമ്മൾ ഒന്നുകൂടെ ചിലപ്പോൾ മോഡിഫൈ ചെയ്യുന്നുണ്ടാവും. അത് വെച്ച് നിങ്ങൾ ബിസിനസ് പ്ലാൻ കാണിക്കുക. റീഗ എന്നുള്ള വലിയൊരു ആവേശത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു പ്രൊജക്ടിന് സാധിക്കും. അതിന് ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദിവസവും രാവിലെ 6 മണിക്ക് മുമ്പെഴുന്നേക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എത്ര പേരുണ്ട് 6 മണിക്ക് മുമ്പെഴുന്നേക്കുന്നത്? എല്ലാവരും 6 മണിക്ക് മുമ്പെഴുന്നേക്കുന്നില്ല. ഞാൻ ഇന്ന് കണ്ടു 4 മണിക്ക് 3 മണിക്കൊക്കെ ഉറത്തി ചാടിക്കുന്നുണ്ട് കണ്ടു അല്ലേ? 4 മണിക്ക് എഴുന്നേക്കും അല്ലെ? 4 മണിക്ക് എഴുന്നേക്കാറുണ്ടോ? എന്നോ വെളുക്കും ഉണരണം, വെളുത്ത കൊണ്ട് കൊടുക്കണം അല്ലെ? ഏതാ ഇപ്പൊ നമുക്ക് 6:15 ഒരു നമ്മളിപ്പോ ഇന്ന് ചെയ്ത വിഷ്വലൈസേഷൻ എല്ലാ ദിവസവും 6 മണിക്ക് നിങ്ങളെ ഞാൻ ചെയ്യിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എത്ര പേർക്ക് താല്പര്യം ചെയ്യാം? ഓക്കെ, നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞൊരു യോഗയോ അല്ലെങ്കിൽ ഈ ജയ്സൺ മാതിരി എക്സസൈസും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? എത്ര പേർക്ക് താല്പര്യമുണ്ട്? എനിക്ക് താഴെ പറ്റത്തില്ല, വൈകുന്നേരം നമ്മൾ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും സെഷൻ രണ്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയ എങ്ങനെ ഉണ്ടാവും? കൊള്ളാം, ഉഷാറാകും. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം ഇപ്പൊ തന്നെ റീഗ രജിസ്റ്റർ ചെയ്യും. കാരണം ഞാൻ വേറെ ഒന്നല്ല പറഞ്ഞത്, ഇത് നമ്മുടെ ഒരു വലിയ പ്രൊജക്റ്റായിട്ട് മാറും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും റീഗ രജിസ്റ്റർ ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ നമുക്ക് വിഷ്വലൈസേഷൻ തരാം. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, നിങ്ങളും കൂടെ അറിയാത്ത മാറ്റം ഉണ്ടാകും. വിഷ്വലൈസേഷൻ നല്ല പ്രഭ വന്നു ഇവിടെ ഉണ്ടോ? അതായത് വിഷ്വലൈസേഷൻ എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഇതിനൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചാൽ അതുപോലെ എനിക്ക് പറയാനില്ല, ഞാൻ പറയാം. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാത്ത മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ആരെങ്കിലും ഗൈഡ് ചെയ്ത് ചെയ്യണം. ലോകത്തില് ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് തന്നെയുണ്ട്. ഗൈഡഡ് മെഡിറ്റേഷൻ ഡോക്ടർ ദീപക് ചോപ്രയുടെ ഗൈഡഡ് മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ 50,000 രൂപ 1 ലക്ഷം രൂപ കൊടുക്കണം. എന്നിട്ട് അതിന്റെ റെഗുലർ വീഡിയോ വെച്ച് ദിവസവും കേൾക്കാം. ഇത് അതുപോലെ ലൈവായിട്ട് നമുക്ക് ചെയ്യാം. മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ, അതല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യാം. അപ്പൊ എല്ലാവരും റീഗ രജിസ്റ്റർ ചെയ്യുക. റീഗ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും ഇന്ന് തന്നെ ചെയ്യുക. നിങ്ങൾ ഇന്ന് ഇവിടെ ഒരു കൗണ്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയാണ്. നമ്മൾ എവിടെ ഇന്ന് വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. തന്നെയല്ല, നമ്മൾ വെറിഡ എന്നുള്ള വലിയൊരു പ്രൊജക്ട് ഉണ്ട്. ആ പ്രൊജക്ട് നിങ്ങൾ ഞാൻ എന്താണ് നിങ്ങളെ വിഷ്വലൈസ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ കാണിക്കാം. കഴിഞ്ഞ വെറിഡയുടെ ഒരു ഇതാണ്, ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാം.